വൈകുന്നേരം പുറത്തിരിക്കുമ്പോഴാണ് കടയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇല ഇറക്കിയിട്ട് കണ്ടത്. അപ്പം എൻ്റെ മനസ്സിൽ ഉദിച്ച് ഇന്ന് ഇലയട ഉണ്ടാക്കിയാലോന്ന്. അങ്ങനെ ഇലയട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കിച്ചണിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഉപ്പയും മുളകും കൂടി എന്തോ അടി കഴിഞ്ഞിട്ട് നൂറാബി ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വേഗം തേങ്ങയൊക്കെ ചിരവിയെടുക്കുന്നുണ്ട്. സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവർക്ക് മദ്രസയിലേക്ക് പോകണം. അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. നേരത്തെ ഇല ഇറക്കിയത് ഞാൻ കണ്ടിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ വേഗം വെല്ലം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫുള്ളായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം വേഗം അരിമാവ് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് പാക്കറ്റ് കവറായതുകൊണ്ട് തന്നെ വേറെ പച്ചരി അരച്ചൊഴിക്കുകയൊന്നും വേണ്ട. പച്ചവെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നൂറ് കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ പത്തിരിപ്പൊടി. അങ്ങനെ പിന്നെ വേഗം അതും കുഴച്ചെടുത്തിട്ട് വേഗം ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. സാധാരണയായിട്ട് ഞാൻ ഈ മാവ് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഒരു മടക്കങ്ങ് മടക്കി കൊടുക്കുക ചെയ്യലില്ല കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 മടക്കി ഇങ്ങനെ ചുരുട്ടിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിനി. ഇതാവുമ്പം ഇല ഇളകി പോവാതെ അവിടെ കിടന്നോളും. അങ്ങനെ ഞാൻ വേഗം ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഉമ്മ വേഗം മദ്രസയിൽ പോകാനായി ടൈമായി എന്നൊക്കെ പറഞ്ഞിട്ട്. ബാങ്കിൻ്റെ ടൈം ഇപ്പം കുറേ വൈകുന്നതുകൊണ്ട് തന്നെ 6 മണി തൊട്ടിട്ട് 8 മണി വരെ ഇപ്പം മദ്രസയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വേഗം മദ്രസയിലോട്ടേക്ക് പോകണേ. അങ്ങനെ വേഗം ഇലയട ഉണ്ടാക്കി. ഉമ്മ ഇതിപ്പോഴൊന്നും ആക്കി തീരൂല, ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ നൂറാബി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അവൾക്ക് തിരക്കായത് കൊണ്ട് തന്നെ അവൾ വല്ല മാവ് എടുത്തിട്ട് അങ്ങ് കട്ടിക്കങ്ങ് പരത്തി എടുക്കലാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളും, നീ പോയിക്കോന്നും പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്ക് മസാല കുറേ ബാക്കിയും മാവും കുറേ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഇല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം പോയി ഇല എടുത്ത് കഴുകി തോർത്തി മുറിച്ചിട്ടൊന്നും എടുക്കേണ്ട ടൈം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ബാക്കി വെച്ചിട്ട് ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുത്തിട്ടാ. കുറച്ച് ഇലയുടെയും കുറച്ച് കൊഴുക്കട്ടയും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വേഗം ആക്കി അപ്പം പാത്രത്തിൽ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കൈയോടെ തന്നെ ഞാൻ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒന്ന് ചായയും കൂടി വെച്ച് കൊടുത്തേ. അല്ലെങ്കിൽ ചായ കുടിച്ച് കഴിയുമ്പോഴേക്ക് ഫുള്ളായിട്ട് പാത്രങ്ങളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കും. അത് കാണുമ്പോൾ തന്നെ ആകെ ദേഷ്യം വരും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം നൂറിനെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നൂറ് നല്ല ഉറക്കത്തിലായിരുന്നു. അവർ വരുന്നതിൻ്റെ ഇടയ്ക്ക് ബാക്കി കുറച്ചുണ്ടായ പാത്രം കൂടി ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നേ. നിങ്ങളടുത്തൊക്കെ ഉണ്ടായി ഈ ഭയങ്കര ഉറുമ്പ് ശല്യം? എൻ്റെ ഇവിടെ ഭയങ്കര ഉറുമ്പാണ് കേട്ടോ. മധുരമുള്ള എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കുറച്ചൊന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വീണാൽ മതി, അവിടെ ഫുള്ളായിട്ട് ഉറുമ്പ് വരും. അതുപോലെ തന്നെ പഞ്ചസാരേൻ്റെ അടപ്പൊക്കെ ജസ്റ്റ് ചെറുങ്ങനെ ഒന്ന് അടക്കാൻ മറന്നു പോയാൽ മതി, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഉറുമ്പായിട്ട് അങ്ങ് വരും കേട്ടോ. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഇറങ്ങിപ്പോവും കേട്ടോ. അങ്ങനെ പിന്നെ നൂറ് എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്